പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാരുണ്യ പ്രവർത്തികൾ നന്മയുടെ കരസ്പർശമാണ്. നിരവധി കാരുണ്യ പ്രവർത്തികൾ ചെയ്തുവരുന്ന പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റി ഇക്കുറി നൽകിയത് ഒരു കുടുംബത്തിന് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് അല്ലെങ്കിൽ പ്രതീക്ഷയെയാണ്. കാട്ടാമ്പള്ളിയിലെ നാരായണൻ എന്ന വ്യക്തിയുടെ ജപ്തി ചെയ്ത ലേലത്തിന് ലിസ്റ്റ് ചെയ്ത വീടും വസ്തുവും തിരിച്ചു നൽകിയാണ് ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റി കരുണയുടെ കരസ്പർശമായി മാറിയത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സമഗ്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നും നടത്താറുള്ളത്. ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട രോഗികൾക്കായി ചികിത്സാ സഹായം, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ആശ്രയമില്ലാത്ത വയോധികർക്കുമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, മഹിളാ യുവജന ശാക്തീകരണ പദ്ധതികൾ, വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ, നിർധന യുവതികളുടെ വിവാഹം, ഭവന നിർമ്മാണ പദ്ധതികൾ, അങ്ങനെ എന്നും അശരണർക്ക് ഒരു കൈത്താങ്ങാണ് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ്. നിരവധി കാരുണ്യ പ്രവർത്തികൾ ചെയ്തുവരുന്ന പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇക്കുറി ഒരു കുടുംബത്തിന് നൽകിയത് ജീവിതത്തിലെ വലിയ പ്രതീക്ഷയാണ്. കാട്ടാമ്പള്ളിയിലെ നാരായണൻ എന്ന വ്യക്തിയുടെ ജപ്തി ചെയ്ത ലേലത്തിന് ലിസ്റ്റ് ചെയ്ത വീടും വസ്തുവും തിരിച്ചുവാങ്ങി അദ്ദേഹത്തിന് നൽകിയാണ് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് കരുണയുടെ കരസ്പർശമായി മാറിയത്. സഹോദരന്മാരെ, പിലാത്തറയിലുള്ള ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ഒരു നല്ല കർമ്മത്തിൽ ഇവിടെ പങ്കാളിയാകുവാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിവിധങ്ങളായ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രധാനമായും അശരണരായ വ്യക്തികൾക്ക് ചികിത്സ നേടിക്കൊടുക്കുക, അവരെ പുനഃപാർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തന രീതിയെങ്കിലും ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെയുള്ള ചില കുടുംബങ്ങളുടെ പ്രത്യേകമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഹോപ്പിനാകുന്നതെല്ലാം ചെയ്യാറുണ്ട്. അത് മുഖ്യമായി അത് ഏറ്റെടുത്ത് ചെയ്യുന്നത് ഹോപ്പിൻ്റെ ജനറൽ സെക്രട്ടറിയായ മാനേജിംഗ് ട്രസ്റ്റിയായ മിസ്റ്റർ ജയമോഹൻ തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അദ്ദേഹം കാഞ്ഞങ്ങാട് തന്നെയാണ് തൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പിന്നീടാണ് പിലാത്തറയിലേക്ക് വന്ന് അവിടെ സെറ്റിൽ ചെയ്ത് ഇപ്പോൾ ഒരു 150ഓളം അംഗങ്ങളുള്ള ഹോപ്പ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി, സഹോദരൻ നാരായണൻ്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ഒരു നല്ല കർമ്മം ചെയ്യുവാൻ പങ്കാളികളാകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്. നേരത്തെ ജയമോഹൻ പറഞ്ഞതുപോലെ സുമനസ്സുകൾ ഈ നാട്ടിലുണ്ട്. അവരെ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ ഒന്ന് ഒരുമിപ്പിച്ച് കൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ പലരുടെയും കാര്യങ്ങൾ പരിഹരിക്കുവാൻ കഴിയും. വീടിന്റെ ആധാരം ഹോപ്പ് പ്രസിഡന്റ് ഫാദർ ജോർജ് പൈനാടത്തും സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് സെക്രട്ടറി അനിതകുമാരി KPയും K കാർത്യായനി കൂട്ടക്കനിയും ചേർന്ന് കൈമാറി. നമ്മുടെ ജീവനക്കാരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ എൻ്റെ സഹപ്രവർത്തകരും, ഹോപ്പ് പിലാത്തറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹോപ്പിനെ കുറിച്ച് ഞങ്ങളും ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ നന്മയുള്ള പ്രവർത്തനങ്ങളാണ് ഹോപ്പിൽ നിന്ന് ഇതുവരെ നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സംഘടന ഇനിയും മുമ്പോട്ടുള്ള എല്ലാ രംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും മുമ്പോട്ട് ഏത് തരത്തിലും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ളത് ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കാർഷിക വികസന ബാങ്ക്, പോസ്റ്റൽ കാർഷിക വികസന ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1974 ഞങ്ങളിവിടെ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഞങ്ങൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും സാമ്പത്തിക മേഖലയിൽ ഞങ്ങളാകുന്ന വിധം സഹായ ഹസ്തങ്ങൾ ഞങ്ങളെക്കൊണ്ടും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KH ജയമോഹനൻ, ഡോക്ടർ ത്രേസ്യാമ്മ ജോസ്, CA പീറ്റർ, അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ, കരപ്ലാത്ത മധു, മനോമോഹൻ നമ്പ്യാർ, വിജയൻ എടാട്ട്, ജോർജ് തോമസ്, VM ജോസഫ്, AC നാരായണൻ എന്നിവർ സംസാരിച്ചു. ജൂൺ മാസം 18-ാം തീയതി ഹോപ്പിൻ്റെ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദനൻ എന്നെ അറിയിക്കുന്നു, ഇതുപോലെ ഒരു കുടുംബം കൂട്ടാത്മഹത്യയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. വീട് ജപ്തി ചെയ്ത് അവർക്ക് പോകാൻ സ്ഥലമില്ല. ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞത്, ഈ ലോൺ എടുത്തേക്കുന്നത് 2 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ കൊച്ചുമകൻ്റെ ഹൃദയ ശസ്ത്രക്രിയയാണ്.
ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം കൃത്യമായി കാശടച്ച് പോരുമ്പോഴാണ് ദൗർഭാഗ്യവശാൽ രോഗം ബാധിച്ച് നാരായണൻ്റെ 2 കാലുകളും മുട്ടിന് താഴെ മുറിച്ച് മാറ്റിയിട്ട് വന്നു. രാശാരിയായ നാരായണൻ്റെ 2 കാലും ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസരത്തിലാണ് ലോണടവ് നിലനിന്നതും തുടർന്നുള്ള ജപ്തി നടപടികളിലേക്ക് എത്തിച്ചേരുന്നു. സംഭവം അറിഞ്ഞുടനെ തന്നെ മിനിസ്റ്റർക്ക് ഉൾപ്പെടെ റെപ്രസെൻ്റ് ചെയ്ത് അതിനെല്ലാം കാലതാമസം ഉണ്ടാകും. ഞാൻ ബാങ്കിലെത്തി. ബാങ്ക് അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കൊരു ഡിമാൻഡേ ഉള്ളൂ. കാരണം ബാങ്കിൻ്റെ കാശ് സ്വന്തം കാശല്ലല്ലോ, ഒരുപാട് പേരുടെ കാശാണ്, അത് തിരിച്ച് കിട്ടണം. എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടുതലും നമ്മളുടെ യങ്സ്റ്ററാണ് കൂടുതൽ ബന്ധപ്പെടുക. അച്ഛനും വലിയ ലാൻഡ് കൊടുത്തുകൊണ്ടാണ് അങ്ങോട്ട് മാറാൻ കാരണം. കണ്ണൂർ ഡയോസിസിൻ്റെ ഫ്രീയായിട്ട് ലാൻഡ് കിട്ടിയോണ്ടാണ് അവിടേക്ക് മാറിയത്. ഇത് പലപ്പോഴും മുന്നേറുകയൊക്കെ കേരളത്തിൻ്റെ ആർട്ടികളൊക്കെ വരുമ്പോൾ എനിക്ക് അസംബന്ധ അസൂയ തോന്നി. സന്തോഷവും അഭിമാനവും തോന്നുന്നൊരു മുഹൂർത്തമാണിത്. നമ്മളൊക്കെ പോപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുന്നു. പക്ഷേ അതിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ലെങ്കിലും നല്ല മനസ്സോടുകൂടി പോപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ സഹകരിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്കിപ്പോൾ അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. അതായത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ പലർക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാൻ പോപ്പിലൂടെ നടക്കുന്നുണ്ട്. അതിൽ ഭാഗമാക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരം കിട്ടുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാനെപ്പോഴും പറയും, ഏറ്റവും വലിയ ലാഭ കച്ചവടം ദാനധർമ്മമാണ്. ഏറ്റവും പ്രോഫിറ്റബിളായിട്ടുള്ള ബിസിനസ് ഈസ് ഗിവിങ്, അത് ദാനധർമ്മം അർഹിക്കുന്നവർക്ക്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട്. അതൊരു കാര്യം. പിന്നെ ജയമോഹൻ പറഞ്ഞ പോലെ ഞാനും നേത്ര വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ജയമോഹനെ എനിക്ക് തുടക്കത്തിൽ തന്നെ അറിയാം. അവർ അരവിന്ദ് ഐ ഹോസ്പിറ്റലുമായിട്ട് ഒത്തിരി ഫ്രീ ആയി ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ പങ്കുകൾ എനിക്ക് വഹിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനിന്നൊരു കാര്യം പറയുകയാണ്, ഞങ്ങളിപ്പോൾ ഒരു ഐ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു പൂവർ ഹോം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരു ഐ ക്യാമ്പ് നടത്തുകയും അവിടെ ആവശ്യമുള്ള കാറ്ററാക്ട് സർജറി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങളത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യുമെന്ന് അറിയിക്കുകയാണ്. ജനാർദ്ദനൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. കരുണയുള്ള കൈകൾ ചേർന്നപ്പോൾ നാരായണനും കുടുംബത്തിനും ലഭിച്ചത് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവും ജീവിത പ്രതീക്ഷയുമാണ്. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നന്മ നിറഞ്ഞ പ്രവർത്തനം ഏറെ മാതൃകാപരമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.